പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ആലുവയിൽ വൻ ലഹരിവേട്ട. 158 ഗ്രാം ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. അസം നാഗോൺ സ്വദേശി ഹുസൈൻ സഹീറുൽ ഇസ്ലാമിനെയാണ് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് എക്സൈസ് സംഘം പിടികൂടിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിജിത ചേരുന്നു. വിജിത, വിപണിയിൽ ഏകദേശം 50 ലക്ഷം രൂപ വില വരുന്ന ലഹരി മരുന്നാണ് പിടികൂടിയിരിക്കുന്നത്. വിശദാംശങ്ങൾ. വൃന്ദ, ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ആലുവ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്ത് വെച്ച് ഇതര സംസ്ഥാന തൊഴിലാളിയെ എക്സൈസ് പിടികൂടുന്നത്. ഓണം ആയതുകൊണ്ട് തന്നെ പ്രത്യേക പരിശോധനയെല്ലാം ഇപ്പോൾ എക്സൈസ് നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ എക്സൈസ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇയാൾ ബാംഗ്ലൂരിൽ നിന്നാണ് സംസ്ഥാനത്തേക്ക് ലഹരി എത്തിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏകദേശം 158 ഗ്രാം ഹെറോയിനാണ് ഇയാളിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. 50 ലക്ഷം രൂപയോളം വില വരുന്ന മാർക്കറ്റിൽ 50 ലക്ഷം രൂപയോളം ഈ ഒരു ലഹരി മരുന്നിന് വില വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇയാൾ ആസാം സ്വദേശിയായിട്ടുള്ള ആസാം നാഗോൺ സ്വദേശിയാണ്. സഹിറുൽ ഇസ്ലാം എന്നാണ്, മക്ബൂൽ ഹുസൈൻ സഹിറുൽ ഇസ്ലാം എന്നാണ് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പേര്. എന്തായാലും ഇയാൾ ബാംഗ്ലൂരിൽ നിന്നും ലഹരി സംസ്ഥാനത്ത് എത്തിച്ച് 2000 രൂപയ്ക്കും 3000 രൂപയ്ക്കുമെല്ലാം ചെറിയ രീതിയിൽ, അല്ലെങ്കിൽ ചെറിയ കുപ്പികളിലെല്ലാം ആക്കി ലഹരി മരുന്ന് വിറ്റ് വരുന്നതിനിടയിലാണ് ഇയാളെ എക്സൈസ് പിടികൂടുന്നത്. വിദ്യാർത്ഥികളടക്കം ഈ ഒരു ലഹരി വിൽപ്പനയിൽ ഇയാളുടെ കയ്യിൽ നിന്നും ലഹരി വാങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് പറയുന്ന മറ്റൊരു കാര്യമാണ്, ഈ പെരുമ്പാവൂർ ആലുവ ഭാഗത്തെല്ലാം തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ലഹരി വിൽപ്പനകളെല്ലാം നടക്കുന്നുണ്ട്. ഇത് ആദ്യത്തെ സംഭവമല്ല. പ്രത്യേകിച്ച് ഈ പെരുമ്പാവൂർ ആലുവ മേഖലയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം തുടരുന്നുണ്ട്. അവിടെ പലപ്പോഴും പോലീസിന്റെയും എക്സൈസിന്റെയും ചെയ്ത് വരികയാണ്. അതോടൊപ്പം തന്നെ ഇടപാടുകാരായിട്ടും മറ്റുമെല്ലാം ഇയാളുടെ കൂടെ ഉണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയമുണ്ട്. ഏതായാലും അത്തരം സംശയങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം ശക്തമാക്കുന്നു എന്നുള്ള ഒരു കാര്യം അറിയിക്കുന്നു. അതോടൊപ്പം ഇയാളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേസും അന്വേഷണങ്ങളും എല്ലാം നടക്കുന്നുമുണ്ട്. ശരി, വ്യക്തമാണ്. വിജിതയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.